നമസ്കാരം. സുനിൽ കനഗോലു. റിപ്പീറ്റ്. നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. സുനിൽ കനഗോലു ആണ് നമ്മളുടെ വിഷയം. ആരാണ് സുനിൽ കനഗോലു? നമുക്കെല്ലാവർക്കും സുനിൽ കനഗോലുവിനെ കുറിച്ച് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ അറിയാം. 2014 ഇവിടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാളെ പ്രധാനമന്ത്രിയാക്കുന്നതിന് വേണ്ടിയിട്ട് കഠിനമായി അഹോരാത്രം പണിയെടുത്ത ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ് ശരിക്കും സുനിൽ കനഗോലു. 2014 അതിൽ അദ്ദേഹം വിജയിച്ചു. അവിടെ അദ്ദേഹം പയറ്റിയിരുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ കൃത്യമായി നമുക്കറിയാം. അവിടെ അദ്ദേഹം പയറ്റിക്കൊണ്ടിരുന്നത് ഒരു രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുന്ന ഒരു തരത്തിൽ ഒരു വർഗീയ പ്രചരണത്തെ മുഖ്യ ആയുധമാക്കിക്കൊണ്ട് നടത്തിയ ഒന്നിൽ തന്നെയാണ് വലിയൊരു വിജയം കണ്ടെത്താൻ സുനിൽ കനഗോലുവിന് കഴിഞ്ഞത് എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം നമുക്കറിയാം പല രീതിയിൽ നോക്കി. പിന്നീട് അദ്ദേഹം കോൺഗ്രസിൻ്റെ വക്താവായി മാറുന്നു. അതിനു മുൻപ് നമുക്കറിയാം ഇതിനു വേണ്ടിയിട്ട് പിന്നെ അമിത്ഷാ എന്ന് പറയുന്ന നേതാവിന് വേണ്ടിയിട്ടുമൊക്കെ ഒരു വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് സുനിൽ കനഗോലു എന്ന് പറയുന്ന ഒരാൾ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പം എപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അജണ്ട അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധം എപ്പോഴും വർഗീയത തന്നെയാണ് എന്ന് ചിന്തിക്കുകയും ആ വർഗീയതയിൽ ഊന്നി നിന്നുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ് സുനിൽ കനഗോലു എന്ന് പറയുന്ന ഒരു നേതാവെന്ന് പറയാൻ കഴിയില്ല എങ്കിൽ തന്നെയും അദ്ദേഹം അങ്ങനെ ഒരു തന്ത്രജ്ഞനായി മാറുന്നത് അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഈ സുനിൽ കനഗോലു എന്ന് പറയുന്ന ഒരാൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന 1-2 പോയിന്റുകൾ മാത്രമാണ്. എന്തിനാണ് UDF എന്ന് പറയുന്ന ഒരു ടീം അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ സുനിൽ കനഗോലുവിനെ പണി ഏൽപ്പിച്ചത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ആദ്യത്തെ ചോദ്യം. സുനിൽ കനഗോലു ഇവിടെ ഇറങ്ങുന്നത് കൊണ്ട് ജനങ്ങൾക്ക് എന്ത് പ്രയോജനം കിട്ടുമെന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. അപ്പം ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം. സുനിൽ കനഗോലു എന്ന് പറയുന്ന ഒരാളെ ഏകദേശം കോടിക്കണക്കിന് രൂപ പ്രതിഫലം നൽകിക്കൊണ്ട് എന്തിനാണ് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്ത എന്ന ആദ്യ ചോദ്യം. അധികാരത്തിന് വേണ്ടി എന്നുള്ളതാണ് നമുക്ക് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം. അതായത് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് പാർട്ടിക്ക് സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇവിടെ കളം പിടിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ടേമുകളായി കഴിഞ്ഞ 10 വർഷക്കാലമായി LDF എന്ന് പറയുന്ന ഒരു മുന്നണിയാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് കേരളത്തിൽ നിന്നുകൊണ്ട് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് ചെയ്തു കൊടുക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഈ 10 വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 90% വരുന്ന കാര്യങ്ങൾ വാഗ്ദാനം അനുസരിച്ചുള്ളത് ചെയ്തു കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സർക്കാർ ഈ 2 ടേമുകളായി അധികാരം നഷ്ടപ്പെട്ട് നിൽക്കുന്ന UDF എന്ന് പറയുന്ന ഒരു മുന്നണി, അപ്പോൾ ഈ മുന്നണിയെ തിരിച്ച് അധികാരത്തിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ശരിക്കും സുനിൽ കനഗോലു എന്ന് പറയുന്ന ഒരാൾക്ക്. അപ്പോൾ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി എത്ര കോടി രൂപ വേണമെങ്കിലും മുടക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു സന്ദേശം കൂടിയാണ് കോൺഗ്രസ് ജനത്തിന് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2014 നരേന്ദ്രമോദിയെ അധികാരത്തിലെത്തിച്ച അതേ സുനിൽ കനഗോലുവിനെ തന്നെ കേരളത്തിലേക്ക് കൊണ്ട് ഇറക്കുമതി ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തം. ഇനിയും ഇവിടെ കൊടുക്കാൻ പോകുന്ന കോടിക്കണക്കിന് രൂപ എവിടെ നിന്നെടുത്തിട്ടാണ് കൊടുക്കുന്നത്? എവിടെ നിന്നാണ് ഫണ്ടിങ് ഉണ്ടാവുന്നത്? അവിടെയാണല്ലോ നമുക്ക് സംശയം. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പിന്നെ KC വേണുഗോപാൽ പറഞ്ഞ പോലെ എല്ലാവരും തേങ്ങ ചിരണ്ടുമ്പോൾ ഞങ്ങൾ ചിരട്ട ചിരണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന ഒരു രീതിയുണ്ടല്ലോ. KC വേണുഗോപാൽ പറഞ്ഞു ഒരു ചിരട്ട ചിരണ്ടിയാൽ ഇത്രയും കോടിക്കണക്കിന് രൂപ ഇവിടെ സുനിൽ കനഗോലുവിന് കൊടുക്കാനായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇനി ഇത്രയും കോടി രൂപ കൊടുത്തിട്ട് സുനിൽ കനഗോലു വഴി നമുക്ക് പറയുന്ന ഇടതുപക്ഷ UDFന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്കുള്ള കമ്മിറ്റ്മെൻറ്റ് ജനങ്ങളോടായിരിക്കുമോ അതോ സുനിൽ കനഗോലുവിൻ്റെ തന്ത്രങ്ങളോടായിരിക്കുമോ? തീർച്ചയായും ജനങ്ങളോട് ഉണ്ടാവുകയില്ല. കാരണം എന്താണ്? ജനങ്ങൾക്ക് വേണ്ടി പദ്ധതി തയ്യാറാക്കി ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കേണ്ട ഒരു സർക്കാർ രൂപീകരിക്കേണ്ട ഒരു മുന്നണി ഇവിടെ തങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം മുഴുവൻ മറ്റൊരാളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അയാളെ കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി ഉണ്ടാക്കുകയും ആ പദ്ധതിക്കനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അവർക്ക് താല്പര്യം അല്ലെങ്കിൽ കടപ്പാട് വരുന്നത് ജനങ്ങളോടല്ല, സുനിൽ കനഗോലു എന്ന് പറയുന്ന ഒരു വ്യക്തിയോടാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അത് കള്ളമായിരിക്കാം, ചിലപ്പം ഏറ്റവും വലിയ വങ്കത്തരമായിരിക്കാം, മണ്ടത്തരമായിരിക്കാം. ഇതെല്ലാം കേട്ടുകൊണ്ട് ജനങ്ങൾ ഇവിടെ വോട്ട് ചെയ്യുകയും UDF എന്ന് പറയുന്ന ഒരു മുന്നണി അധികാരത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുമെന്ന് വെച്ചോളൂ. അപ്പോൾ അങ്ങനെ UDF എന്ന് പറയുന്ന മുന്നണി അധികാരത്തിലേക്ക് വന്നാൽ അവരുടെ കമ്മിറ്റ്മെൻറ്റ് എപ്പോഴും സുനിൽ കനഗോലു എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്കായിരിക്കും. അല്ല ജനങ്ങൾക്ക് ഞങ്ങൾ എന്ത് നൽകുന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്നും അവിടെ ചർച്ച ചെയ്യപ്പെടുകയേ ചെയ്യുന്നില്ല.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊരു ഫണ്ടിങ് നടക്കുന്നുണ്ട്. ഈ ഫണ്ടിങ് കോടിക്കണക്കിന് രൂപ, നമ്മുടെ ചിന്തയിൽ പോലും ഇല്ലാത്തത്രയും കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ ഫണ്ടിങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, ഈ സുനിൽ കനകോലു ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ വർഗീയതയുടെ ഒരു കൂത്തരങ്ങായി നമ്മുടെ കേരളം മാറും എന്നുള്ളത് തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കനകോലു അവിടെ ഉത്തരേന്ത്യയിൽ പയറ്റിയ അതേ തന്ത്രം തന്നെയാണ് ഇവിടെയും ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. പുതിയതായി ഒന്നുമില്ല. അതായത് അവിടെ എന്താണ്, വർഗീയത തന്നെയാണ് പയറ്റിയത്. ഇവിടെ ന്യൂനപക്ഷ വർഗീയതയാണ് ഇവിടെ ഉപയോഗിക്കുന്ന ഏറ്റവും പുതിയ ആയുധം. നമുക്കറിയാം ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയും SDPIയുടെയും പിന്തുണ UDF സ്വീകരിച്ചാൽ സ്വാഭാവികമായും ഇടതുപക്ഷം ഇതിനെ ശക്തമായി എതിർക്കും എന്നുള്ള കാര്യം കൃത്യമായി അറിയാവുന്ന ആൾ തന്നെയാണ് UDFകാർ, അല്ലെങ്കിൽ സതീശനും ഈ പറയുന്ന UDF ഉള്ള എല്ലാവർക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി തീർത്തും ഒരു മതരാഷ്ട്രവാദികളാണ് എന്ന തരത്തിൽ ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ഒരിക്കലും VS അച്യുതാനന്ദനോ പിണറായി വിജയനോ MV ഗോവിന്ദൻ മാഷോ അല്ല. പകരം ഈ പറയുന്ന ഒരു റിപ്പോർട്ട് സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത് ഉമ്മൻചാണ്ടി തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഇടതുപക്ഷക്കാർ ശക്തമായി ഉന്നയിക്കും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോൾ, ആ വിഷയം ഉന്നയിച്ചു വരുമ്പോൾ തീർച്ചയായും ന്യൂനപക്ഷ വിരുദ്ധരായി ഇടതുപക്ഷക്കാരെ മുദ്ര കുത്താൻ സാധിക്കും എന്നുള്ള ഒരു മുൻകൂട്ടിയുള്ള അറിവിൻ്റെ ഭാഗമായി തന്നെയാണ് ഇങ്ങനൊരു കളിക്ക് മുതിർന്നത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ കാന്തപുരത്തിൻ്റെ പരിപാടിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിടത്തും ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് വർഗീയത സംസാരിക്കാതെ ഒരു ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കാൻ ന്യൂനപക്ഷ വർഗീയതയല്ല നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി വളരെ കൃത്യമായ ഒരു സ്റ്റാൻഡ് ഇക്കാര്യത്തിൽ എടുത്തപ്പോൾ ഇതിനെ മറ്റൊരു തലത്തിലേക്ക് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പോവുകയും ഈ പറയുന്ന നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ കൂടി ഇതിനുള്ളിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് മുഖ്യമന്ത്രി സംസ്ഥാനത്ത് വർഗീയത പരത്താൻ ശ്രമിക്കുന്നു, ന്യൂനപക്ഷങ്ങൾക്ക് എതിരായിട്ടാണ് ഇവിടെ പിണറായി വിജയൻ നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡിലേക്ക് കൊണ്ട് നിർത്താൻ ഇവിടെ VD സതീശന് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് സതീശൻ മനഃപൂർവ്വം തന്നെ ആ ഒരു വേദിയുടെ ഒരു എന്താ പറയുക ഡെക്കോറം നശിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് VD സതീശൻ അമ്മാതിരി ആ തരത്തിലൊരു പ്രഖ്യാപനം അവിടെ നടത്തുന്നത്. അവിടെ കൂടിയിരിക്കുന്ന എല്ലാം തന്നെ ഈ പറയുന്ന എല്ലാം തന്നെ 100% ആളുകൾ ന്യൂനപക്ഷത്തിൽപ്പെട്ടവരായതുകൊണ്ടും ആ കൂടിയിരിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഒരു 5% ഉള്ളിലെങ്കിലും ഒരു വർഗീയ വിസ്ഫോടനം നടന്നോട്ടെ എന്ന് കരുതി കൂട്ടി തന്നെ ചെയ്ത പരിപാടി തന്നെയാണ് ആ ഒരു പ്രസംഗം എന്നുള്ള കാര്യം നമുക്ക് ആർക്കും യാതൊരു സംശയവുമില്ല. അപ്പം ഇങ്ങനെ കനകോലു എന്ന് പറയുന്ന ഒരാളെ ഇറക്കിക്കൊണ്ട് ഈ രീതിയിൽ വർഗീയ വിഷം ചീന്തി നമ്മുടെ കേരളത്തിലെ വർഗീയതയുടെ രീതിയിൽ ചിന്തിക്കുന്ന, വർഗീയമായി വോട്ട് ചേരിതിരിവുണ്ടാക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം പയറ്റാൻ വേണ്ടി തന്നെയാണ് ഇവിടെ സുനിൽ കനകോലു എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനെ ഇറക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാകാൻ ഇടയില്ല. അപ്പോൾ ഇവിടെ ജനങ്ങളല്ല പ്രാധാന്യം, അധികാരമാണ് പ്രാധാന്യം. അപ്പോൾ ആ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കള്ളം പറയാം, തെറ്റില്ല, എന്ത് മണ്ടത്തരവും വിളിച്ചു പറയാം, തെറ്റില്ല, ഇതെല്ലാം കേട്ടിരിക്കുന്ന വെറും കോമാളികൾ മാത്രമാണ് പൊതുജനം എന്നാണ് സുനിൽ കനകോലു കരുതി വെച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കനകോലുവിൻ്റെ ഇത്തരം തന്ത്രങ്ങളൊക്കെ നിങ്ങൾ ഈ കേരളത്തിൻ്റെ ബോർഡറിന് പുറത്ത് അല്ലെങ്കിൽ വാളയാറിന് പുറത്ത് ഒക്കെ ചിലവാകുമായിരിക്കും. പക്ഷേ കേരളത്തിൽ അത് അത്ര പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം ജനങ്ങൾക്കറിയാം ഇടതുപക്ഷ സർക്കാർ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്നുള്ള വിവരം വളരെ കൃത്യമായി അറിയാവുന്നത് തന്നെയാണ് നമ്മുടെ ഈ നാട്ടിലെ പൊതുജനം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി മറ്റൊരു കാര്യം, ഇവിടെ ഇടതുപക്ഷ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇടതുപക്ഷക്കാർ പ്രഖ്യാപിച്ചു ജനങ്ങളാണ് ഞങ്ങളുടെ കനകോലു എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം അതിനുവേണ്ടി പൊടിച്ചു കളയാൻ ഞങ്ങളുടെ കയ്യിൽ അധികം പൈസയില്ല. ഇപ്പം നമ്മൾ ഇതിനകത്തൊരു വിരോധാഭാസം നമ്മൾ മനസ്സിലാക്കുക. സർക്കാർ പരസ്യം കൊടുക്കാൻ വേണ്ടി ഇത്ര കോടി രൂപ, ഇപ്പോൾ 20 കോടി രൂപ മുടക്കിയിട്ട് നവകേരള സർവേ നടത്തുന്നു. എന്നാൽ ഇവിടെ ഒരു പരിപാടി കോർഡിനേറ്റ് ചെയ്യാൻ വരുന്ന ഒരാൾക്ക് മാത്രമായി ഇവിടെ മുടക്കുന്ന തുക 50 കോടി രൂപയാണ്. അതായത് കനകോലു എന്ന് പറയുന്ന ഒരാളിന്. പിന്നീട് അദ്ദേഹം പറയുന്ന വഴിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പണം മുടക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനിഷ്യലായിട്ടൊരു ഏറ്റവും കുറഞ്ഞ ഒരു 50 കോടി രൂപ മുടക്കി കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും പണം മുടക്കിക്കൊണ്ട് ഇരിക്കുകയാണ് UDF എന്ന് പറയുന്ന ഒരു സംവിധാനം. അപ്പോൾ ഇവിടെ ജനങ്ങൾക്ക് പറയാനുള്ളതല്ല, ഞങ്ങൾക്ക് അധികാരം പിടിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിന് ഒരു കനകോലുവിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ജനങ്ങളാണ് ഞങ്ങളുടെ കനകോലു എന്ന് പറയുന്നത്. അതിനുവേണ്ടി നവകേരള സർവേ നടത്തുന്നു. ഞങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് പറയേണ്ട കാര്യങ്ങൾ പറയുന്നു. ഇടതുപക്ഷ സർക്കാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, എത്ര കോടി രൂപ ഓരോ പദ്ധതിക്കും മുടക്കിയിട്ടുണ്ട്, അതിനകത്ത് എവിടെയെങ്കിലും കള്ളത്തരങ്ങളുണ്ടോ പൊള്ളത്തരങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കേൾക്കേണ്ടതും ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ
ഇടതുപക്ഷം അവരുടെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടിട്ടും ഇവർക്ക് അസൂയയാണ്. ഈ കനകോലു പറയുന്ന കള്ളങ്ങൾ കേട്ടിട്ട് LDF-കാരും മിണ്ടാതിരിക്കുന്നില്ലേ? ഒന്നാലോചിച്ച് നോക്കൂ. കനകോലു പറയുന്ന അല്ലെങ്കിൽ VD സതീശൻ പറയുന്ന കള്ളങ്ങൾ കേട്ടിട്ട് എത്രയോ തവണ ഇവിടുത്തെ LDF-കാർ മിണ്ടാതിരുന്നു. ജനങ്ങളുടെ പക്ഷെ തുറന്ന് പറഞ്ഞു, ദേ ഈ പറയുന്ന കള്ളമാണ് എന്ന് ഓരോ കള്ളത്തെയും ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഫേസ്ബുക്ക് പേജ് തന്നെ ഇപ്പോൾ അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന് ഏകദേശം 90-ലധികം ആൾക്കാർ ഇപ്പോൾ തന്നെ അതിൻ്റെ ഫോളോവേഴ്സ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സതീഷിൻ്റെ നുണകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഒരു പേജ് സോഷ്യൽ മീഡിയയിൽ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ആ രീതിയിൽ നുണപ്രചരണം വരെ നടത്തി കേരളത്തിൻ്റെ കളം പിടിക്കാനുള്ള ഒരുക്കത്തിലാണ്. അതിന് കോടിക്കണക്കിന് രൂപ മുടക്കാൻ തന്നെയാണ് ശരിക്കും ഈ VD സതീശനും ടീമും തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ അറിയാം ജനങ്ങളോട് അത്രത്തോളം ആഭിമുഖ്യമുള്ളവരാണ് UDF-കാർ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ഇനിയും LDF-നെ സംബന്ധിച്ചിടത്തോളം നവകേരള സർവേയുമായി LDF മുന്നോട്ട് പോയാൽ അത് LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണം ചെയ്യുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ UDF-കാർ ശരിക്കും ഇടതുപക്ഷത്തിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റിനെ ഭയക്കുന്നുണ്ട്. അത് 100 കനകോലുവിൻ്റെ ശക്തിക്ക് അപ്പുറത്തേക്ക് എത്തുന്നതാണ് നമ്മുടെ കേരളത്തിലെ പൊതുജനത്തിൻ്റെ ശക്തി എന്നുള്ള കാര്യം വളരെ വ്യക്തമായി സതീശനും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഏത് വിധേനയും എങ്ങനെയും വിരളി പിടിച്ച് നടക്കുന്ന കണ്ടാൽ തന്നെ നമുക്കറിയാം ഏത് വിധേനയും ഇതിനെ തടയാൻ വേണ്ടി തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ UDF-ന് വേണ്ടി ഒരു കനകോലുമല്ല 10 കനകോലു ഇറങ്ങിക്കോട്ടെ, അതിനേക്കാൾ അപ്പുറം ശക്തിമത്തായ ഒരു 100 കനകോലുമാർ LDF-നൊപ്പം ഉണ്ട് എന്നുള്ള കാര്യവും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.